വാർത്തകളിലേക്ക്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ നീതിയും ഉന്നമനവും ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ ദളിത് ആദിവാസി മേഖലയിലുള്ളവരെ പ്രാപ്തരാക്കുമെന്ന് കണ്ണൂരിൽ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന്റെ തുടർച്ചയായി കണ്ണൂരിൽ നടക്കുന്ന മുഖാമുഖം ആദിവാസി ദളിത് മുന്നേറ്റത്തിനുള്ള സമഗ്ര ചർച്ചാവേദിയായി. വിവരങ്ങൾ സന്തോഷ് ചേരുന്നു. സന്തോഷ്, അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ. നവകേരള സദസ്സിന്റെ തുടർച്ചയായി കണ്ണൂരിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനം സംബന്ധിച്ച സമഗ്രമായ ചർച്ചയാണ് ഉയർന്നു വന്നത്. ഈ മുഖാമുഖത്തിൽ ആമുഖ സംഭാഷണം നടത്തിയ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായിട്ട് നടത്തുന്ന ഉദ്യമങ്ങളെ ശ്രമങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. ഏറ്റവും പ്രധാനമായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഈ ഇടതുപക്ഷ സർക്കാർ LDF സർക്കാർ ഈ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് അവരുടെ കാര്യങ്ങൾക്ക് മുന്തിയ പരിഗണനയാണ് നൽകുന്നത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിൽ കാര്യത്തിലും അവരുടെ ഭൂമിയും വീടും ലഭ്യമാക്കുന്ന കാര്യത്തിലും എല്ലാം തന്നെയും മാതൃകാപരമായിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിലവിലെ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ പ്രാപ്തരാക്കുന്നതിനുള്ള ഉദ്യമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചരിത്രഗതിയിൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ പിന്നോക്കമായി പോയ വിഭാഗങ്ങളിലെ കുട്ടികളെ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു കുട്ടിക്ക് 28 ലക്ഷം രൂപ എന്ന ക്രമത്തിൽ ചെലവ് ചെയ്തുകൊണ്ട് പൈലറ്റ് കോഴ്സ് പൂർത്തിയാക്കാൻ ഈ വിഭാഗത്തിലെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതടക്കമുള്ള പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധത്തിൽ ഇവിടെ നടപ്പാക്കി തുടങ്ങാൻ നമുക്ക് കഴിയും. 2025 ആകുമ്പോഴേക്കും കേരളത്തിലെ മുഴുവൻ ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീടും ഭൂമിയും ലഭ്യമാക്കുക എന്നുള്ള പ്രഖ്യാപിത നയമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ അനുഭാവപൂർണമായ അല്ലെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ കേന്ദ്രം ദളിത് വിഭാഗങ്ങളെ പാടെ അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് കേന്ദ്രം നിർത്തലാക്കിയപ്പോൾ പൂർണ്ണമായും തുക സംസ്ഥാനം നൽകാനാണ് തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദളിത് ആദിവാസി വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള 1000ഓളം പ്രതിനിധികളാണ് കണ്ണൂരിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും സംരംഭകരും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരും അതോടൊപ്പം തന്നെ ഈ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളും മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. സമഗ്രമായ ചർച്ചകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഉയർന്നു വന്നു. ഈ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ മുന്നേറ്റത്തിനായിട്ടുള്ള ഒരു സമഗ്ര രൂപരേഖ തയ്യാറാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി കണ്ണൂരിലെ മുഖാമുഖം പരിപാടി മാറി. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, കെ രാജൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരുടെ സാന്നിധ്യവും കണ്ണൂരിലെ മുഖാമുഖം പരിപാടിയിൽ ഉണ്ടായിരുന്നു. ശരി, സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.